സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്ന് പറയാറുണ്ട്. പുകവലി നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ അതേപോലെ ഡേഞ്ചറസ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ IT മേഖലയിലൊക്കെ ഉള്ളവർ തുടർച്ചയായിട്ട് 8 മണിക്കൂറും 10 മണിക്കൂറും ഒക്കെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഈ നെക്ക് പെയിനും ബാക്ക് പെയിനും അതേപോലെ ഒബ്സിറ്റി ഒക്കെ വരാം. നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ ഓരോ മണിക്കൂറിലും ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കും. നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഇത് ബോഡി ആൻഡ് മൈൻഡ് റിലാക്സേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്ന ഒരു 80% ആളുകൾക്കും ഇപ്പൊ നെക്ക് പെയിനും ബാക്ക് പെയിനും ഒക്കെ വളരെ കോമൺ ആണ്. അപ്പൊ എപ്പോഴും അതൊരു സ്പൈനൽ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡീജനറേഷൻ ആണ്, ഡിസ്ക് പ്രശ്നമാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതാവണം എന്നൊരു നിർബന്ധമില്ല. ഇത്തരത്തിലുള്ളവരുടെ പോസ്റ്റർ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മസിൽസിന് സ്റ്റിഫ്നെസ് വരും, അങ്ങനെ പെയിൻ കൂടും. നമ്മളിത് തുടക്കത്തിലേ ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്തു പോകുമ്പോൾ ഇത് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് മാറും.